നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഒരു 15-കാരൻ പയ്യൻ നിന്നിട്ടങ്ങ് അലക്കുകയാണ്. അടിച്ച് പദം വരുത്തുന്നു ശ്രീലങ്കൻ എ ടീം ബൗളർമാരെ. അതാണ് നമ്മൾ ട്രൈ സീരീസിൻ്റെ ഫൈനലിൽ കണ്ടത്. 4 4 4 6 6 പിന്നെ ഒരു ഡോട്ട്, പിന്നെ 6 4 4 6 6 4 4 2 4 1 0 4 1 0 0 4 6 0 6 1 6 1. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. 11 പന്തുകളിലാണ് അവൻ്റെ അർദ്ധ സെഞ്ചുറി പിറന്നത്. പക്ഷേ സെഞ്ചുറി അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. 29 പന്തുകളിൽ നിന്ന് 94 റൺസുമായിട്ട് വൈഭവ് സൂര്യവംശി മടങ്ങി. 10 ഫോറും 8 സിക്സറും അടക്കം 324.13 സ്ട്രൈക്ക് റേറ്റിലാണ് അവൻ ബാറ്റ് വീശിയത്. അതോടുകൂടി ഈ ട്രൈ സീരീസിൻ്റെ ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ടീം 50 ഓവറുകളിൽ 9 വിക്കറ്റിന് 377 റൺസ് അടിച്ചു. വൈഭവിൻ്റെ അതേ വൈഭവത്തിൽ മറ്റുള്ളവർ ബാറ്റ് വീശിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലായിരുന്നെങ്കിൽ ഇത് 400 മുകളിലേക്ക് വീണ്ടും പോയേനെ. ഏതായാലും പ്രിയാൻ ഷാരിക്കൊപ്പം വൈഭവ് സൂര്യവംശിയുടെ ഓപ്പണിങ്. ആദ്യം മടങ്ങിയത് വൈഭവാണ്. അവൻ മടങ്ങുന്നത് 9ാമത്തെ ഓവറിലാണ്. അപ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ 132 റൺസായിരുന്നു. വൈഭവ് 29 പന്തുകളിൽ നിന്ന് 94 റൺസ് അടിച്ച് മടങ്ങിപ്പോയി. ഒപ്പം ഓപ്പണറായിട്ട് ഇറങ്ങിയ പ്രിയാൻ ഷാരിയ 29 പന്തിൽ നിന്ന് 39 റൺസാണ് അടിച്ചത്. രുദ്രാജ് ഗെയ്ക്വാദ് 51 പന്തിൽ നിന്ന് 40 റൺസുമായിട്ട് ഭേദപ്പെട്ട ഇന്നിങ്സ് കളിച്ചു. തിലക് വർമ്മ 67 റൺസ് അടിച്ചെങ്കിലും 74.44 സ്ട്രൈക്ക് റേറ്റിൽ 90 പന്തിൽ നിന്നാണ് അത് വന്നത്. 4 ഫോറും ഒരു സിക്സും അടക്കം അധികം 67 റൺസ് അടിച്ചു. കുമാർ കുഷാഗ്ര 39 പന്തിൽ നിന്ന് 36 റൺസ് അടിച്ചു. സൂര്യാൻ ഷെഡ്ഗെ 2 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ നിഷാന്ത് സിന്ധുവിൻ്റെ സംഭാവന 16 റൺസായിരുന്നു. വിപ്രാജ് നിഗം 27 റൺസ് അടിച്ചു. ലോവർ ഓർഡറിൽ അനുകൂൽ റോയ് നല്ല രൂപത്തിൽ തന്നെ ബാറ്റ് വീശി 15 പന്തിൽ നിന്ന് ഒരു ഫോറും 4 സിക്സും അടക്കം 39 റൺസാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. ഏതായാലും ഗംഭീരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് വൈഭവ് കളിക്കുമ്പോൾ 377 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ ഇന്ത്യ എ ടീം ശ്രീലങ്ക എ ടീമിന് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. അവരുടെ മറുപടി എന്തായിരിക്കും? കാത്തിരിക്കാം ദബുള്ളയിലെ ശ്രീലങ്കയുടെ 2ാം ഇന്നിങ്സിനായിട്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.